ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ബാധിച്ച വ്യക്തിയും പിന്നെ അദ്ദേഹത്തിന്റെ എനേബിളറും വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ബാധിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ ഒരാൾ മരിക്കുമ്പോൾ സംഭവിക്കുന്ന ചില സംഭവ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നാർസിസിസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ സംഘർഷഭരിതമായ പിന്നെ ഒരു ജീവിതമാണ് അവര് നയിക്കുന്നത്. ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളിലൂടെയാണ് അവര് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവര് ഒരു ദിവസവും ജീവിതത്തിലെ ഒരു ദിവസം പോലും ആസ്വദിച്ച് സമാധാനപരമായി ജീവിക്കുന്ന വ്യക്തികളല്ല. ഞാൻ കണ്ടിട്ടുള്ള എല്ലാ നാർസിസ്റ്റുകളും തന്നെ നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പോലെയാണ് അവരുടെ പ്രവൃത്തികളെല്ലാം തന്നെ. ദൈനംദിനം ഒന്നല്ലെങ്കിൽ വേറെ പിന്നെ പല പ്രശ്നങ്ങളിലും ചെന്ന് ചാടുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ആ പ്രശ്നം ആണ് അവർക്ക് ഊർജം പകരുന്നത്. അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജം ലഭിക്കുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടും മറ്റുള്ളവരുടെ വേദനയിലും മറ്റുള്ളവരുടെ തകർച്ചയിലും ആണ് അവര് ആനന്ദം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ നാർസിസ്റ്റിന് ചുറ്റും നിൽക്കുന്ന എനേബിളർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ഫ്ലൈയിങ് മങ്കികളായിക്കോട്ടെ, പിന്നെ അതുപോലെ ഗോൾഡൻ ചൈൽഡ് ആയിക്കോട്ടെ, ഇവർക്കെല്ലാം തന്നെ ഈ നാർസിസിസ്റ്റിന്റെ ഈ സംഘർഷഭരിതമായ അല്ലെങ്കിൽ വൈകാരികമായ രീതിയിലാണ് ഇവരെല്ലാവരും തന്നെ ജീവിതത്തെ കാണുന്നത്. എന്നും ഒരു യുദ്ധം നയിക്കുന്ന പോലെയാണ് ഇവരെല്ലാം തന്നെ. പ്രത്യേകിച്ചും നാർസിസിസ്റ്റുകളും എനേബിളർമാരും ഫ്ലൈയിങ് മങ്കികളും, അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറയുന്നത് ഒരു യുദ്ധമാണ്. യുദ്ധം നയിക്കുന്ന രീതിയിലാണ് അവർ ജീവിതം നയിക്കുന്നത്. അപ്പോ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, നാർസിസിസ്റ്റ് അവരുടെ അവസാന കാലത്ത് പിന്നെ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ബാധിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൽ ഒരു പങ്കാളി പിന്നെ മരണപ്പെടുമ്പോൾ മറ്റൊരാൾക്ക് എന്താണ് സംഭവിക്കുന്നത്, അതുപോലെ തന്നെ ഇവർക്ക് ചുറ്റും നിൽക്കുന്ന ഫ്ലൈയിങ് മങ്കികൾക്ക് എന്താണ് സംഭവിക്കുന്നത്, അവർ പിന്നെ ഇവർക്ക് ചുറ്റും നിന്നിരുന്ന മറ്റു ആളുകളെ ഏത് തരത്തിലാണ് ഡാമേജ് ചെയ്യുന്നത്, ഡാമേജ് ചെയ്തുകൊണ്ട് അടുത്ത തലമുറയെ എങ്ങനെയാണ് ഇവര് നാർസിസിസ്റ്റിന്റെ ടോക്സിസിറ്റി പാസ് ഓൺ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിശകലനമാണ്. ഇത് പൂർണ്ണമായും ശരിയാകണം എന്നില്ല. നിങ്ങൾക്ക് പിന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ വരും വീഡിയോകൾ നന്നാക്കാൻ പ്രേരിപ്പിക്കും. എന്തായാലും നാർസിസിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ, നാർസിസിസ്റ്റിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് എനേബിളറാണ്. നാർസിസിസ്റ്റിന്റെ എനേബിളർ ഒരാൾ തന്നെ ആവണമെന്നില്ല, പല ആളുകളും ഉണ്ടാവാം. അതിലും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ഫ്ലൈയിങ് മങ്കീസ്. ഫ്ലൈയിങ് മങ്കീസ് എന്ന് ആ വാക്ക് സൂചിപ്പിക്കുമ്പോൾ തന്നെ പറന്ന് നടക്കുന്ന കുരങ്ങന്മാർ എന്നാണ് പിന്നെ ആ വാക്ക് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് പറന്ന് നടന്ന് ലോകത്തിലെ എല്ലാ തരത്തിലുള്ള പിന്നെ സമ്പത്തും റിസോഴ്സുകളും മറ്റുള്ളവരുടെ കഴിവുകളും മറ്റുള്ളവരെ പിന്നെ ആളുകളെയും ഈ നാർസിസിസ്റ്റിന് വേണ്ട നാർസിസിസ്റ്റിക് സപ്ലൈ എത്തിക്കുന്നത് ഈ ഫ്ലൈയിങ് മങ്കീസ് ആണ്. നാർസിസിസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ വെറും സമ്പത്തല്ല, അല്ലെങ്കിൽ വസ്തുക്കളല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളല്ല നാർസിസിസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നത്. നാർസിസിസ്റ്റ് എപ്പോഴും സന്തോഷിക്കുന്നത് അടുത്തവന്റെ പരാജയത്തിലും അടുത്തവന്റെ ഇല്ലായ്മയിലും അടുത്തവൻ കഷ്ടപ്പെടുന്നത് കാണുമ്പോഴും നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ കേൾക്കുമ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് നാർസിസിസ്റ്റ് സന്തോഷിക്കുന്നത്. കാര്യം വെച്ചാൽ നാർസിസിസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംഘർഷഭരിതമായ ജീവിതമാണ് നയിക്കുന്നത്. ഓരോ ദിവസവും അവർ തള്ളി നീക്കുന്നത് എന്തോ യുദ്ധം ചെയ്ത് പിന്നെ വിജയിക്കാനായി പോകുന്നത് പോലെയാണ്. പക്ഷെ അവര് മരിക്കുമ്പോൾ പോലും അവരുടെ യുദ്ധം അവര് വിജയിക്കുന്നില്ല. കാര്യം ദൈനംദിനം യുദ്ധം ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ പോലും അവർ ഒരിക്കലും പിന്നെ ജയിക്കുന്നില്ല എന്നുള്ളതാണ്. മരണം വരെ യുദ്ധം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നാർസിസിസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നത് നമ്മള് സാധാരണഗതിയിൽ പറയുന്ന പോലെ സമ്പത്തോ അല്ലാത്ത പിന്നെ വസ്തുക്കളോ അല്ലെങ്കിൽ ഗിഫ്റ്റുകളോ അതൊന്നും തന്നെ അല്ല. നാർസിസിസ്റ്റിക് സപ്ലൈ എന്ന് പറയുന്നത് അവർക്ക് നെഗറ്റീവായിട്ടുള്ള പിന്നെ ന്യൂസുകൾ വേണം, നെഗറ്റീവായിട്ടുള്ള അറ്റാക്സ് വേണം. നാർസിസിസ്റ്റിന് എപ്പോഴും ഒരു
മറ്റുള്ള ഒരാൾ അറ്റാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് നാർസിസിസ്റ്റിനെ കൈകാര്യം ചെയ്യുന്നത് വളരെ ഇഷ്ടപ്പെടുന്നവരാണ് നാർസിസിസ്റ്റുകൾ. കാര്യം ഒരു സാധാരണ വ്യക്തിക്കും നാർസിസിസ്റ്റിൽ നിന്ന് പിന്നെ ഫൈറ്റ് ചെയ്ത് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് വിജയിക്കാനോ സാധിക്കില്ല. അത് നാർസിസിസ്റ്റിന് അറിയാം. കാര്യം ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഓടുന്ന പട്ടിക്ക് 1 മുഴം മുമ്പേ എന്ന് നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ട്. ഇതാകുമ്പോൾ ഇതൊരു 10 മുഴം 100 മുഴം ഒക്കെയാണ് അവർ കൂട്ടിയെറിയുന്നത്. കാര്യം ഇവർക്ക് നാളെ വരാൻ പോകുന്ന കാര്യം എന്താണെന്നുള്ളത് അവർക്ക് ഇന്ന് തന്നെ അറിയാമെന്നുള്ളതാണ്. കാര്യം ഓരോ ദിവസവും അവർ പിന്നെ ചെസ് കളിക്കും പോലെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഗെയിം കളിക്കാനായിട്ട് ഓരോ ദിവസവും പുതിയ പുതിയ വ്യക്തികൾ അവരുടെ ജീവിതത്തിലേക്ക് വരാണെങ്കിൽ വളരെ സന്തോഷം ആയിരിക്കും. അപ്പം ഇതൊന്നും ഇല്ലാതെ നാർസിസിസ്റ്റിക് സപ്ലൈ ഇല്ലാതെ വരുമ്പോൾ പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡൾ ഡേ ആണ്. എന്ത് ചെയ്യണം എന്ന് അറിയാത്ത ഒരു അവസ്ഥയിലാണ്. കാര്യം നാർസിസിസ്റ്റിനെ സ്നേഹിക്കാനോ അല്ലെങ്കിൽ അവരുമായിട്ട് ഇമോഷണലി കണക്ട് ആവാനോ ഒരു വ്യക്തിക്കും സാധിക്കില്ല. ലോകത്തിലെ ഒരു വ്യക്തിക്കും ഒരു നാർസിസിസ്റ്റുമായിട്ട് ഇമോഷണലി കണക്ട് ആവാനായിട്ട് സാധിക്കില്ല. കാര്യം അവരുടെ പ്രവൃത്തികൾ തന്നെയാണ്. അവർ മറ്റുള്ള തനിക്ക് ഉപയോഗിക്കാൻ പിന്നെ പറ്റുന്ന ഉപയോഗിക്കാൻ അവകാശമുള്ള വസ്തുക്കൾ മാത്രമായിട്ടാണ് നാർസിസിസ്റ്റുകൾ മറ്റുള്ളവരെ കാണുന്നത്. അത് ഭർത്താവ് നാർസിസിസ്റ്റ് ആണെങ്കിൽ ഭാര്യയെ കാണുന്നത് അതുപോലെ തന്നെ ആയിരിക്കും. ഭാര്യ നാർസിസിസ്റ്റ് ആണെങ്കിൽ ഭർത്താവിനെ കാണുന്നത് അതുപോലെ തന്നെ ആയിരിക്കും. ഭാര്യയും ഭർത്താവും നാർസിസിസ്റ്റ് ആണെങ്കിൽ മക്കളെ കാണുന്നത് അതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ സംഘർഷമാണ്, അല്ലെങ്കിൽ പിന്നെ വാഗ്വാദങ്ങളാണ്, അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നാർസിസിസ്റ്റിക് സപ്ലൈ. അതാണ് അവർക്ക് പ്രചോദനം കൊടുക്കുന്നത്. അവർക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള പ്രചോദനം കിട്ടുന്നത് പ്രശ്നങ്ങളിൽ നിന്നാണ്, പ്രശ്നക്കാരിൽ നിന്നാണ്. അപ്പോൾ എത്ര വലിയ പ്രശ്നം വന്നാലും അവരെ സംബന്ധിച്ചിടത്തോളം അത് ആഹ്ലാദത്തോടു കൂടി അത് സ്വീകരിക്കുകയും മറ്റുള്ളവരെ മൊബിലൈസ് ചെയ്യുകയും മറ്റുള്ള ആളുകളെ കൊണ്ട് അത് സോൾവ് ചെയ്യിക്കുകയും അല്ലെങ്കിൽ ആ മറ്റുള്ള ആളുകളെ കൂടി ആ പ്രോബ്ലത്തിലോട്ട് ഇട്ടുകൊണ്ട് ഇതൊരു വലിയ പ്രശ്നമാക്കി മാറ്റിക്കൊണ്ട് അതിൽ ആഹ്ലാദം കാണുകയും ചെയ്യുന്നവരാണ് നാർസിസിസ്റ്റുകൾ. ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മളെ നാട്ടിൻ പുറത്ത് പലയിടത്തൊക്കെ നമ്മൾ പന്നികളെ കണ്ടിട്ടുണ്ടാവും. പന്നിയെ സംബന്ധിച്ചിടത്തോളം ചെളിയിൽ കിടന്ന് ഉരുളുന്നത് പന്നിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഒരു സൈഡിൽ കണ്ടു നിൽക്കുന്ന നിങ്ങളെയോ എന്നെയോ പോലുള്ള ഒരാൾക്ക് അത് ആ ചെളിയിൽ ഇറങ്ങാനോ ഇറങ്ങാനോ ഒന്നും ഇഷ്ടപ്പെടില്ല. പക്ഷെ നിങ്ങൾ ആ പന്നിയെ ആ ചെളിയിൽ നിന്നാണ് പിടിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പന്നിയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാര്യം പന്നി അത് എൻജോയ് ചെയ്യാണ്. ചെളി കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് തിരിയുന്നത് പന്നി എൻജോയ് ചെയ്യാണ്. അതിലേക്ക് നമ്മളും കൂടി അല്ലെങ്കിൽ ഒരു സാധാരണപ്പെട്ട ഒരു വ്യക്തി വീഴുകയാണെങ്കിൽ അതിൽ പരം സന്തോഷം പന്നിക്കില്ല. അതുപോലെ തന്നെയാണ് നാർസിസിസ്റ്റിന്റെ കാര്യം. നാർസിസിസ്റ്റിന്റെ ആ ഒരു വേൾപൂൾ എന്ന് പറയും. നമ്മൾ വാഷിംഗ് മെഷീനകത്ത് ഈ വെള്ളം ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കില്ല, അതിനാണ് വേൾപൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വേൾപൂളിനകത്ത് ആരെങ്കിലും വീഴുകയാണെങ്കിൽ നാർസിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാര്യം ഏത് തരത്തിലും മാനിപ്പുലേഷൻ വഴി ആളുകളെ കൺട്രോൾ മാത്രം ചെയ്യുകയല്ല, അവരുടെ മുമ്പിലോട്ടുള്ള പോക്ക് വരെ ഇവര് ഡയറക്ഷൻ തെറ്റിക്കളയാനായിട്ടും, കാര്യം അവരുടെ ഫോക്കസ് മൊത്തം നാർസിസിസ്റ്റിലേക്ക് അവർ ആവാഹിച്ചുകൊണ്ട് ഈ പറഞ്ഞ വ്യക്തികൾ, അതായത് നാർസിസിസ്റ്റിനെ ചിലപ്പോൾ സഹായിക്കാനായിരിക്കും നാർസിസിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്നേഹം കടപ്പാട് കൊണ്ടൊക്കെ ആയിരിക്കും നാർസിസിസ്റ്റിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും അവരെ നാർസിസിസ്റ്റുമായിട്ട് അടുക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വേൾപൂളിനകത്തേക്ക് നാർസിസിസ്റ്റ് നയിക്കുന്ന ഈ ടോക്സിക് ആയിട്ടുള്ള ഒരു വേൾപൂളിനകത്തേക്ക് ഈ പറഞ്ഞ ആളുകളെയും കൂടി പിടിച്ചിടും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഞാൻ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് എനേബിളറിന്റെ കാര്യം നിങ്ങൾക്കറിയാം. ഈ ഫ്ലൈങ് മങ്കിയെ കുറിച്ചാണ് ഞാനിവിടെ ഊന്നി പറയാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം ഫ്ലൈങ് മങ്കികളാണ് നാർസിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ റിസോഴ്സുകൾ കൊടുക്കുന്നത്. കാര്യം നാർസിസിസ്റ്റ് ഒരിക്കലും മറ്റുള്ള, അതായത് എത്ര അടുത്ത വ്യക്തികളാണെങ്കിൽ പോലും ആരെയും വിശ്വസിക്കാത്തവരാണ് നാർസിസിസ്റ്റുകൾ. ഒരു വ്യക്തിയെയും നാർസിസിസ്റ്റ് വിശ്വസിക്കില്ല. അതുകൊണ്ട് തന്നെ നാർസിസിസ്റ്റുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ ഒരു സാധാരണ വ്യക്തികൾക്ക് സാധിക്കില്ല. ഒന്നുകിൽ നാർസിസിസ്റ്റ് എന്നെ ഫൂൾ ചെയ്യാൻ, ട്രിക്ക് ചെയ്യാനായിട്ട്, അതായത് അവരിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലും ബെനിഫിറ്റിന് വേണ്ടി കൂടെ നിൽക്കുന്നവരുണ്ടാവും. അല്ലാത്ത പക്ഷം നാർസിസിസ്റ്റിന്റെ ടെക്നിക്ക് അറിയാതെ പെട്ടുപോയവരുണ്ടാവും. ഇപ്പൊ അച്ഛനമ്മ നാർസിസിസ്റ്റ് ആണെങ്കിൽ മക്കള് ചിലപ്പോ ഒരു അച്ഛനമ്മയും സഹായിക്കേണ്ട അല്ലെങ്കിൽ അവരെ നോക്കി നടത്തേണ്ട കടപ്പാട് എൻ്റെതാണല്ലോ എന്ന് വിചാരിച്ച്
ഒരു ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസേണിൽ വന്ന് ചാടുന്നവരുണ്ട്. അവിടെ അച്ഛൻ മാതൃസ്നേഹം അല്ലെങ്കിൽ പിതൃസ്നേഹം, മക്കളുമായിട്ടുള്ള സ്നേഹം അല്ല അവിടെ വർക്കാവുന്നത്. അവിടെ ഒരു നാർസിസിസ്റ്റും എരയും തമ്മിലുള്ള ഒരു കണക്ഷനാണ്, എരയും തമ്മിലുള്ള ഒരു കെമിസ്ട്രിയാണ് അവിടെ വർക്കൗട്ട് ആകുന്നത്. പക്ഷെ അത് നാർസിസിസ്റ്റിന് ഇത് നന്നായിട്ട് അറിയാം. പക്ഷെ ഒരു പരിധി വരെ കുട്ടികൾക്ക് അത് അറിയാൻ സാധിക്കില്ല. പക്ഷെ വേറൊരു കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ ഫ്ലൈയിങ് മങ്കികളാണ് മറ്റുള്ള വ്യക്തികളെ നാർസിസിസ്റ്റ് മുമ്പിൽ എത്തിക്കുകയും അവരെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരികയും ചെയ്യുന്നത് ഈ ഫ്ലൈയിങ് മങ്കീസ് ആണ്. കാര്യം വെച്ചാല് നാർസിസിസ്റ്റിന് ആരെ കിട്ടിയാലും അവരെ ചോപ്പ് ചെയ്യാനായിട്ട്, അവരെ കൺട്രോൾ ചെയ്യാനായിട്ട്, അവരെ ഇല്ലാതാക്കാനായിട്ട്, അവരെ ഈ വേൾപൂളിനകത്ത് ഇട്ട് അവരുടെ ജീവിതം നശിപ്പിക്കാനായിട്ട്, അവരുടെ കയ്യിലുള്ളത് എല്ലാം ഊറ്റിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അവരുടെ സെൽഫ് കോൺഫിഡൻസ് തകർക്കാനായിട്ട് എന്ന് വേണ്ട ഡിസ്ട്രക്ഷൻ, നശിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന PhD എടുത്തിട്ടുള്ളവരാണ് നാർസിസിസ്റ്റുകൾ. പക്ഷെ അവരുടെ മുമ്പിൽ സാധാരണഗതിയിൽ ഒരു വ്യക്തി വന്ന് പെടില്ല. അവരെ പെടുത്താൻ സഹായിക്കുന്നത് ഈ ഫ്ലൈയിങ് മങ്കികളാണ്. ഫ്ലൈയിങ് മങ്കികളാകട്ടെ അവർ ഇമോഷണലായിട്ട് ചിന്തിക്കുന്നവരാണ്. പ്രാക്ടിക്കലായിട്ട് അല്ലെങ്കിൽ ലോജിക്കലായിട്ട് ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ല അവർ നോക്കുന്നത്. അവർ ഇമോഷണലായിട്ടാണ്. ഇത് മാനസികമായിട്ട് ഒരു തരത്തിലുള്ള ഒരു അടുപ്പം കൊണ്ടോ എന്തോ മറ്റുള്ളവരെ ഈ നാർസിസിസ്റ്റിന് മുമ്പിൽ കൊണ്ട്, നാർസിസിസ്റ്റിക് സപ്ലൈയുടെ വേറൊരു വെർഷനാണ് അത്. നാർസിസിസ്റ്റിക് സപ്ലൈ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് അറിയായിരിക്കും. മറ്റുള്ളവരുടെ റിസോഴ്സുകളും മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും. ഇത് അങ്ങനെയല്ല, വ്യക്തികളെ തന്നെ പ്രിപ്പയർ ചെയ്ത് നാർസിസിസ്റ്റിന്റെ മുമ്പിൽ അയ്യോ നല്ല വ്യക്തിയാണ് പുള്ളി, ഇത്രയും വർഷം കഷ്ടപ്പെട്ടതാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞ് പല സ്റ്റോറികൾ ഉണ്ടാക്കിക്കൊണ്ട് നാർസിസിസ്റ്റിന്റെ മുമ്പിൽ അടിയറ വെക്കുക, അവരുടെ മുമ്പിൽ കാഴ്ചവെച്ച് കൊടുക്കുക. കാഴ്ചവെച്ച് കഴിഞ്ഞാൽ ബാക്കി നാർസിസിസ്റ്റ് ചെയ്തോളും. അപ്പോൾ ഇതാണ് ഈ ഫ്ലൈയിങ് മങ്കികളുടെ അവസ്ഥ. അതുപോലെ മൂന്നാമത്തെ ഒരു ക്യാരക്ടറുണ്ട്, അതാണ് ഗോൾഡൻ ചൈൽഡ്. ഗോൾഡൻ ചൈൽഡ് ആരാണ് എന്ന് പറയുകയാണെങ്കിൽ, നാർസിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവരെ മറ്റുള്ള ഒരു വ്യക്തിയിലൂടെയാണ് അവരെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. മറ്റുള്ള ഒരു വ്യക്തി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പം ഇവരുടെ മക്കളായിരിക്കും, അല്ലെങ്കിൽ മക്കളുടെ മക്കളായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ബന്ധുവായിരിക്കും, ബന്ധുവിൻ്റെ മക്കളായിരിക്കും, ചിലപ്പോൾ സുഹൃത്തായിരിക്കും, സുഹൃത്തിൻ്റെ മക്കളായിരിക്കും, ഒന്നും വേണ്ട വീട്ടിലെ ഡ്രൈവറിൻ്റെ മക്കളോ കൂട്ടുകാരോ ഒക്കെ ആയിരിക്കും, അയൽ വീട്ടിലെ കുട്ടിയായിരിക്കും, ആരുമാകാം. പക്ഷേ ഇവർക്ക് വേണ്ടത് ഈ നാർസിസിസ്റ്റിന്റെ ഫ്ലവർ ഗേൾ ആയിട്ട് ലെഫ്റ്റിലും റൈറ്റിലും ഇരിക്കുക, അല്ലെങ്കിൽ ഫ്ലവർ ബോയ് ആയിട്ട് ഇരിക്കുക, നാർസിസിസ്റ്റ് പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ടോ യെസ് ആമ സാറേ എന്നും പറഞ്ഞ് അവർക്ക് ചുറ്റും ഇരിക്കുക. ഇതാണ് ഫസ്റ്റ്. രണ്ടാമത് വേണ്ടത് സൊസൈറ്റിയുടെ മുമ്പിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം ഈ പറഞ്ഞ ഫ്ലവർ ഗേൾ, ഈ പറഞ്ഞ ഗോൾഡൻ ചൈൽഡ്. ചിലപ്പോൾ ഡോക്ടർ ആയിരിക്കാം, എഞ്ചിനീയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനായിരിക്കാം, അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയുടെ മുമ്പിൽ സക്സസ്ഫുൾ എന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കും ഇത്. ഇവർക്ക് നാർസിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗിഫ്റ്റുകൾ നാർസിസിസ്റ്റ് സമ്മാനിക്കും. അവരെ നാർസിസിസ്റ്റ് നല്ല രീതിയിൽ പാമ്പർ ചെയ്യും. കാര്യം വെച്ചാൽ നാർസിസിസ്റ്റിന് സാധിക്കാൻ പറ്റാത്തത് ഒരു സെക്കൻഡ് പേഴ്സണിലൂടെ അവര് സൊസൈറ്റിയിൽ കാണുക. അപ്പൊ എൻ്റെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ ഇത്രയും അഭിവൃദ്ധിപ്പെട്ടിരിക്കുകയാണ്, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളായി മാറിയിരിക്കുകയാണ്, ഡോക്ടറായിരിക്കുകയാണ്, എഞ്ചിനീയർ ആയിരിക്കുകയാണ്, ഇത്രയും പ്രോപ്പർട്ടി ഉള്ള ആളായി മാറി, ഇത്രയും വാഹനങ്ങളുണ്ട്, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ബിസിനസ് മാൻ ആണെന്നുള്ള രീതിയിൽ അവരെ പോർട്രേ ചെയ്യുക. പക്ഷെ ഇതിന് പ്രത്യുപകാരമായിട്ട് നാർസിസിസ്റ്റ് കൊടുക്കുന്നത്, നാർസിസിസ്റ്റിന്റെ കയ്യിലുള്ള എന്തു വേണമെങ്കിലും ഈ പറഞ്ഞ ഗോൾഡൻ ചൈൽഡിന് കൊടുക്കാൻ നാർസിസിസ്റ്റ് തയ്യാറാണ്. അതുകൊണ്ട് തന്നെയാണ് ഗോൾഡൻ ചൈൽഡുകളിൽ ഇവർക്ക് ചുറ്റും നിന്നുകൊണ്ട് ഒരു തരത്തിലുള്ള അഭിനയം കാഴ്ചവെച്ചുകൊണ്ട് ഇവരിൽ നിന്ന് സാമ്പത്തികമായിട്ടും മറ്റു രീതിയിലുമൊക്കെ ഒരുപാട് അനർഹമായ കാര്യങ്ങൾ സാധിച്ച് എടുക്കാറുണ്ട്. പക്ഷെ ഈ ഫ്ലൈയിങ് ചൈൽഡിനെ സംബന്ധിച്ചിടത്തോളം നാർസിസിസ്റ്റുമായിട്ട് യാതൊരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റും ഉള്ളവരല്ല. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ തന്നെ ആർക്കും, ഒരു സാധാരണ വ്യക്തിക്ക് നാർസിസിസ്റ്റുമായിട്ട് കണക്ട് ആവാൻ പറ്റില്ല. കാര്യം നാർസിസിസ്റ്റ് ചിന്തിക്കുന്ന രീതിയിലല്ല സാധാരണ ആളുകൾ ചിന്തിക്കുന്നത്. അവിടെ സഹാനുഭൂതി, സ്നേഹം, പരസ്പര ബഹുമാനം, ഇതൊക്കെ നാർസിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അന്യമാണ്. അവർക്കതൊന്നും അറിയില്ല. അങ്ങനെ ചിന്തിക്കാനോ ഒരു കൺസിഡറേഷൻ കൊടുക്കാനോ ഉള്ള ചിന്താഗതി അവർക്കില്ല. അതുകൊണ്ട് തന്നെ
ഈ പറഞ്ഞ ഗോൾഡൻ ചൈൽഡും നാർസിസിസ്റ്റുമായിട്ട് ഒരു തരത്തിലുള്ള കണക്റ്റും ഉണ്ടാവില്ല. ഗോൾഡൻ ചൈൽഡ് കാണുമ്പോൾ ഇഷ്ടംപോലെ സമ്പത്ത് കിട്ടുന്നു, ഇഷ്ടംപോലെ പൈസ കിട്ടുന്നു, വിദ്യാഭ്യാസത്തിന് പൈസ കിട്ടുന്നു, വിവാഹം കഴിപ്പിക്കാൻ പൈസ കിട്ടുന്നു, കാർ വാങ്ങിച്ചു തരുന്നു, വീട് വാങ്ങിച്ചു തരുന്നു, എല്ലാം ഗോൾഡൻ ചൈൽഡ് കിട്ടും. അത് കിട്ടുന്നത് വേറൊന്നുമല്ല, സൊസൈറ്റിയെ കാണിക്കാൻ വേണ്ടിയിട്ട് നാർസിസിസ്റ്റ് ചെയ്യുന്നതാണ്. നാർസിസിസ്റ്റിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിൽക്കുന്ന ഈ ഗോൾഡൻ ചൈൽഡിന് പിന്നെ നാർസിസിസ്റ്റ് കൊടുക്കുന്ന പാരിതോഷികങ്ങളാണത്. കാര്യം നാർസിസിസ്റ്റിന്റെ ഒരു സൊസൈറ്റിയുടെ മുമ്പിലെ ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് നാർസിസിസ്റ്റ് ഈ ഗോൾഡൻ ചൈൽഡിനെ കാണുന്നത്. പക്ഷേ ഈ ഗോൾഡൻ ചൈൽഡ് കാലക്രമേണ നാർസിസിനെ വിട്ടുപോകും. അവർക്ക് ലഭിച്ചതും വാങ്ങിച്ച് അവർ പൊടിയും തട്ടിപ്പോവും. അവർ ഇതിനകത്തുള്ള ഒരു കഥാപാത്രമല്ല. കാര്യം അവർ നാർസിസിന്റെ പിടിയിൽ വീഴാൻ തയ്യാറല്ല. പക്ഷെ നാർസിസിന്റെ നിന്ന് കിട്ടുന്നതെല്ലാം വാങ്ങിച്ച് അവർ രക്ഷപ്പെട്ടോളും. പക്ഷെ ഫ്ലൈയിങ് മങ്കിയുടെ കാര്യം അങ്ങനെയല്ല. ഫ്ലൈയിങ് മങ്കി പിന്നെ നാർസിസിസ്റ്റിന് ചുറ്റും മാത്രമാണ് കറങ്ങുന്നത്. ഫ്ലൈയിങ് മങ്കിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആ നാർസിസിസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഫ്ലൈയിങ് മങ്കിയുടെ സെന്റർ ഓഫ് അട്രാക്ഷൻ, ലോകത്ത് വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി നാർസിസിസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നാർസിസിസ്റ്റ് ഒഴികെയുള്ള ഒരു കാര്യവും ഈ പറഞ്ഞ ഫ്ലൈയിങ് മങ്കിക്ക് അറിയില്ല. അതുമാതിരി അവരെ പിന്നെ ട്രീറ്റ് ചെയ്ത് അവരെ പ്രോഗ്രാം ചെയ്ത് എടുക്കുന്നതും ഈ നാർസിസിസ്റ്റ് തന്നെയാണ്. നാർസിസിസ്റ്റിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുക, നാർസിസിസ്റ്റിന്റെ പാദസേവ ചെയ്യുക, നാർസിസിസ്റ്റിന് വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യം ചെയ്തു കൊടുക്കുക. ചെറിയ പ്രായം മുതൽ തന്നെ ഇവരെ ട്രെയിൻ ചെയ്ത് ഇനിയിപ്പോൾ എത്ര വയസ്സ് 30, 40, 50, 60 വയസ്സാണെങ്കിൽ പോലും ഫ്ലൈയിങ് മങ്കികൾ നാർസിസിസ്റ്റിന്റെ അടിമയായിട്ടാണ് ജീവിക്കുന്നത്. അടിമയായിട്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ആദ്യം നോക്കുന്നത്, ഇവർക്ക് സ്വന്തം കുടുംബമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവർ ആദ്യമായിട്ട് നോക്കുന്നത് ഈ നാർസിസിസ്റ്റിന്റെ ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ടോ, അവർക്ക് വേണ്ട കാര്യങ്ങൾ സഹായിക്കാൻ ആളുണ്ടോ, അവരുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് ഇവര് സ്വന്തം കാര്യം നോക്കുന്നത്, സ്വന്തം കുട്ടികളുടെ കാര്യം, സ്വന്തം കുടുംബം നോക്കുന്നത്. ഇതൊരു സത്യാവസ്ഥയാണ് ഞാൻ നിങ്ങളുടെ പറയുന്നത്. നിങ്ങൾക്ക് ചുറ്റും ഇതുപോലത്തെ ഫ്ലൈയിങ് മങ്കികൾ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ തന്നെ ഒരു ഫ്ലൈയിങ് മങ്കി ആയിരിക്കും ഒരു നാർസിസിസ്റ്റിന്റെ. അങ്ങനെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലത്തെ ഞാൻ പറഞ്ഞ പോലത്തെ ലക്ഷണങ്ങൾ അതിൽ നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറിന്റെ സഹായം തേടിയിട്ട് ഇത് ശരിയാണോ, ഇങ്ങനെ ആണോ അതിന്റെ കാര്യം എന്നുള്ള ആണെന്ന് നോക്കിയിട്ട് ഒന്ന് ഉറപ്പ് വരുത്തേണ്ടത് നല്ലതാണ്. നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി അത് നല്ലതാണ്. അപ്പൊ എന്തായാലും ഈ ഫ്ലൈയിങ് മങ്കിയെ സംബന്ധിച്ചിടത്തോളം നാർസിസിസ്റ്റിന്റെ അവസാന കാലത്ത് സംഭവിക്കുന്നത് വളരെ നാർസിസിസ്റ്റ് ബുദ്ധിമുട്ടുന്നതിലും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് ഈ ഫ്ലൈയിങ് മങ്കികളാണ്. കാര്യം ഈ ഫ്ലൈയിങ് മങ്കീസിനെ സംബന്ധിച്ചിടത്തോളം പട്ടം, അതായത് നൂല് പൊട്ടിയ പട്ടം പോലെയാണ്. ഏത് ഡയറക്ഷനിലോട്ടാണ് പോകേണ്ടത് എന്ന് അറിഞ്ഞുകൂടാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ ഫ്ലൈയിങ് മങ്കികൾ മാറും. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്രത്തോളം ശത്രുക്കളുണ്ടോ അത്രത്തോളം സന്തോഷമാണ് നാർസിസിസ്റ്റിന് വരിക. എത്രത്തോളം പ്രോബ്ലമാണ് പിന്നെ ഒരാൾക്ക് ഇവർക്ക് കിട്ടുന്നത് അത്രത്തോളം അവർ ജീവിതത്തിൽ മുമ്പോട്ട് പോകാനുള്ള എനർജി കൊടുക്കുന്നത് പ്രോബ്ലങ്ങളിൽ നിന്നാണ് അവർ എനർജി സംഭരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ ഫ്ലൈയിങ് മങ്കികളും. കാലക്രമേണ നാർസിസിസ്റ്റിന്റെ എല്ലാ സ്വഭാവങ്ങളും ഇവരിലും വരും. കാര്യം നാർസിസിസ്റ്റുമായിട്ട് സഹകരിക്കണമെന്നുണ്ടെങ്കിൽ നാർസിസിസ്റ്റിനെ പോലെ പെരുമാറുകയും നാർസിസിനെ പോലെ തന്നെ ബിഹേവ് ചെയ്യുകയും അതേ ടെക്നിക്സ് ഒക്കെ ഉപയോഗിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് നാർസിസിസ്റ്റിന്റെ കൂടെ സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഫ്ലൈയിങ് മങ്കികൾ എന്ന് പറയുന്നത് അതിൽപ്പെട്ട ഒരു ഏറ്റവും അവിഭാജ്യമായ ഘടകമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരും നാർസിസിന്റെ സ്വഭാവമൊക്കെ പിന്നെ ആവാഹിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. പക്ഷെ സെന്റർ പോയിന്റ്, അതായത് ലീഡർ ഇല്ലാതായിപ്പോയി. അപ്പോൾ ലീഡർ ഇല്ലാതെ വരുമ്പോഴത്തേക്ക് ഇനി ആരെയാണ് സേവിക്കേണ്ടത് എന്നുള്ള ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിലേക്ക് അവരെത്തുകയാണ്. പക്ഷെ അവിടെയാണ് വേറൊരു സംഭവം കിടക്കുന്നത്. നാർസിസിസ്റ്റ് എങ്ങനെയാണോ നാർസിസിസ്റ്റിക് സപ്ലൈ കൊണ്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയത്, അതുപോലെ തന്നെയാണ് ഈ പറഞ്ഞ എനേബിളേഴ്സിന് നാർസിസിസ്റ്റിക് സപ്ലൈയുടെ ആവശ്യമുണ്ട്. എനേബിളേഴ്സിന് മാത്രമല്ല ഫ്ലൈയിങ് മങ്കികൾക്ക് ഈ നാർസിസിസ്റ്റിക് കാര്യം പ്രോബ്ലംസ് ഉണ്ടെങ്കിലേ അവരുടെ ജീവിതം മുമ്പോട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഈ പ്രോബ്ലംസ് തേടി പോവുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കോൾഡ് നാർസിസിസ്റ്റിക് സപ്ലൈ. അപ്പോൾ നാർസിസിസ്റ്റിക് സപ്ലൈ എവിടെ നിന്ന് വരും? എനിമീസിന്, അതായത് നമ്മുടെ ശത്രുക്കളിൽ നിന്നാണ് പ്രോബ്ലംസ് വരിക. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ശത്രുക്കളെ നിർമ്മിക്കേണ്ട അവസ്ഥയിലേക്ക് അവരെത്തുകയാണ്. ആ ഒരു പ്രശ്നമില്ലാത്തവരുമായിട്ട് ശത്രുതയിൽ ഏർപ്പെടുക, അതുവഴി പിന്നെ ശത്രുവിന്റെ മറ്റുള്ളവരുടെ ശത്രുത പിടിച്ചു പറ്റുക, അതുവഴി ഒരു ശത്രുത നിർത്തിക്കൊണ്ട് അതിൽ എനർജി ആവാഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ. എങ്ങനെയാണ് ഒരു നാർസിസിസ്റ്റ് പ്രശ്നങ്ങളെ എനർജി ആയിട്ട് ഉപയോഗിച്ച് മുമ്പോട്ട് കൊണ്ടുവന്നത്, അതുപോലെ തന്നെ
ഇവരെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളെയും പ്രശ്നങ്ങളെയും സൃഷ്ടിക്കുകയാണ് അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്. സമാധാനപരമായിട്ട് ജീവിക്കാനോ സമാധാനപരമായിട്ട് ഉറങ്ങാനോ ശാന്തമായി ജീവിക്കാനോ ഇവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് കാര്യം. ദേ ആർ ഓൾറെഡി ഡാമേജ്ഡ് ബൈ ദ നാർസിസിസ്റ്റ്. അപ്പോൾ എങ്ങനെയാണ് ഒരു നാർസിസിസ്റ്റ് പിന്നെ ചുറ്റും നിൽക്കുന്നവരെ ഡാമേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു നാർസിസിസ്റ്റ് ചുറ്റും നിൽക്കുന്നവരെ പിന്നെ നാർസിസിസ്റ്റ് ആക്കി മാറ്റുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഐഡിയ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടിയേക്കാം. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത് പറഞ്ഞത്. ഇതിന് പുറമെ ഈ ഫ്ലൈയിങ് മങ്കീസ് ചെയ്യുന്ന ഒരുപാട് ദോഷങ്ങൾ ഉണ്ട്. അതിൽ കുറച്ചും കൂടി ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഫ്ലൈയിങ് മങ്കീസ് മറ്റുള്ളവരെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ചൂഷണത്തിന് വിധേയനാക്കാനായിട്ട് നാർസിസിന്റെ മുമ്പിൽ കൊണ്ട് ഇട്ടുകൊടുക്കും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതില് പെട്ട വിക്ടിംസ് ഈ ഫ്ലൈയിങ് മങ്കി ഒരു വിക്ടിമാണ് കേട്ടോ, ഞാനത് പറയാനിവിടെ വിട്ടുപോയി. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു നാർസിസ്റ്റ് വരയ്ക്കുന്ന ലൈന് വിട്ട് 1 സെന്റിമീറ്റർ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ പോകാത്തവരാണ് ഈ പറഞ്ഞ ഫ്ലൈയിങ് മങ്കികൾ. നാർസിസ്റ്റുമായിട്ട് ഒരുപാട് കടപ്പാട് ഉള്ളവരാണ്. അത് പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷെ ഇവർ നാർസിസിന് മുമ്പിൽ ഇട്ടുകൊടുത്ത വ്യക്തികൾ പിന്നെ ഈ ഫ്ലൈയിങ് മങ്കിയുടെ വളരെ അടുത്ത സുഹൃത്തുക്കളോ വളരെ അടുത്ത ബന്ധുക്കളെ ഒക്കെ ആയിരിക്കും ചൂഷണത്തിന് വേണ്ടി നാർസിസിസ്റ്റിന് ചൂഷണം ചെയ്യാനായിട്ട് മുമ്പേ കൊണ്ട് ഇട്ടുകൊടുക്കുന്നത്. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ഈ പറഞ്ഞ വിക്ടിംസ് മുമ്പിൽ ഇട്ടുകൊടുത്ത വ്യക്തികള് വർഷങ്ങളോളമുള്ള നാർസിസിന്റെ അബ്യൂസ് നേരിട്ടതിന് ശേഷവും മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും പിന്നെ കുടുംബപരമായിട്ടും സൊസൈറ്റലായിട്ടും ഒക്കെ നശിച്ച് നാറാണക്കല്ലെടുത്ത് എന്ന അവസ്ഥയിൽ എത്തുമ്പോൾ പോലും അവർക്ക് തിരിച്ച് ഈ നാർസിസിസ്റ്റിനോട് ഒരു വാക്ക് പോലും ചോദിക്കാനുള്ള, നീ ഇങ്ങനെ ചെയ്തില്ലേ, ഈ പറഞ്ഞ് ചെയ്തതൊക്കെ തെറ്റല്ലേ, എൻ്റെ ജീവിതം നീ നശിപ്പിച്ചില്ലേ, എൻ്റെ പണമൊക്കെ നീ അപഹരിച്ചില്ലേ, എൻ്റെ കുടുംബം നീ നശിപ്പിച്ചില്ലേ, എനിക്ക് ജീവിക്കാൻ പറ്റാത്തവണ്ണം എൻ്റെ ആരോഗ്യം നീ ആക്കിയില്ലേ എന്ന് ചോദിക്കാനുള്ള ഒരു വാക്ക് ചോദിക്കാനുള്ള ഒരു അവസരം പോലും ഈ ഫ്ലൈയിങ് മങ്കികൾ കൊടുക്കില്ല എന്നുള്ളതാണ്. ഫ്ലൈയിങ് മങ്കിയെ സംബന്ധിച്ചിടത്തോളം ഈ നാർസിസിസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. ഈ നാർസിസിസ്റ്റിനെക്കാളും വളരെ വളരെ പാവപ്പെട്ട വളരെ വളരെ അടുത്ത വ്യക്തിയായിരിക്കും, കൂടെ പിറന്ന വ്യക്തിയായിരിക്കും പറഞ്ഞ അടുത്ത വിക്ടിംസ്. നാർസിസിനെ കൊണ്ട് ചൂഷണത്തിന് ഇട്ടുകൊടുത്ത വിക്ടിംസ് നാർസിസിനെക്കാളും അടുത്ത ബന്ധുവായിരിക്കും ഈ ഫ്ലൈയിങ് മങ്കിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഫ്ലൈയിങ് മങ്കിയുടെ പ്രാധാന്യം പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ നാർസിസിസ്റ്റ് തന്നെയാണ്. കൂടെ പിറന്നവരെയൊക്കെ കൊണ്ടാണ് ഈ നാർസിസിനെ കൊണ്ട് അബ്യൂസ് ചെയ്യിച്ചത്. പക്ഷെ ഈ കൂടെ പിറന്ന നാർസിസിന്റെ അബ്യൂസിന് ഇരയായ വ്യക്തികൾക്ക് ഒരു വാക്ക് പോലും തുറന്ന് സംസാരിക്കാനോ എനിക്ക് വേദനിക്കുന്നു, എൻ്റെ ജീവിതം നശിപ്പിച്ചത് ഇയാളാണ്, ഇങ്ങനെയാണെന്ന് പറയാനുള്ള അവസരം പോലും ഈ പറഞ്ഞ ഫ്ലൈയിങ് മങ്കീസ് കൊടുക്കില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും വേണ്ടില്ല സുഹൃത്തുക്കളെ, ഇത്രയും ടോക്സിക് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് ഒരിടത്തും ഉണ്ടാവില്ല. നാർസിസിന്റെ കൂടെ ജീവിക്കുന്നവർക്കും നാർസിസിനെ സഹായിക്കുന്നവർക്കും നാർസിസിന്റെ കൂടെ കോപ്പറേറ്റ് ചെയ്യുന്നവർക്കും നാർസിസിന്റെ വീട്ടിന്റെ അടുത്തുകൂടി പോകുന്നവർക്കും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. ടോക്സിസിറ്റി ടോക്സിസിറ്റി ടോക്സിസിറ്റി. അവർ ജീവിക്കുമ്പോഴും സമാധാനം ഇല്ലാതെ ജീവിക്കുന്നു, മരിക്കുമ്പോഴും സമാധാനം ഇല്ലാതെ മരിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് ചുറ്റും നിൽക്കുന്നവരെയും അതേ പാതാളക്കുഴിയിലേക്ക് അതേ ചെളിക്കുഴിയിലേക്ക് വലിച്ചിടുന്നു എന്നുള്ളതാണ് ഇതിന്റെ സാരാംശം. സുഹൃത്തുക്കളെ, ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുന്ന എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയാൻ എനിക്ക് അതിയായ താല്പര്യമുണ്ട്. പറ്റുമെങ്കിൽ കമന്റ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാൻ ശ്രമിക്കാം. അതുവരേക്ക് ഗുഡ് ബൈ.